ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു NCC വ്ളോഗാണ്. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ ഇറങ്ങി, ബട്ട് കിട്ടിയ ബസ്സിൻ്റെ അവസ്ഥ ഇതായിപ്പോയി. ഒരു സൂചി കുത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റെപ്പിലാണ് നിന്നത്. എന്നിട്ട് എനിക്കൊരു സീറ്റ് കിട്ടിയത് അങ്ങ് ബസ് സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം. അങ്ങനെ എനിക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടി. ഞങ്ങൾ രണ്ടുപേരുടെ പോയപ്പോൾ പകുതിക്ക് വെച്ച് വേറൊരാളെ കൂടെ കിട്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരോടാണ് പോയത്. 3 പേരോടെ ഒക്കെ പോയി കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്നത് കേട്ടിട്ടേ ഉള്ളൂ. ആൻഡ് അന്ന് ഞങ്ങൾ അറിഞ്ഞു, കാരണം ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് അങ്ങ് ചെന്നത്. ഇതെന്താ സംഭവം എന്നല്ലേ റിവൈൻഡ് ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ടാണ് പുള്ളി അവിടെ കൈ മാറ്റിയത്. ആക്ച്വലി ഓരോ പെമ്പിളാർ ഒപ്പിച്ച് വെക്കുന്ന പണിയാറ് കഷ്ടപ്പെടുന്ന ഞങ്ങളെ പോലുള്ള നല്ല നല്ല വ്ളോഗേഴ്സാണ്. അയ്യോ, ഞാൻ ബസ്സിൽ വെച്ചിങ്ങനെ ഓരോരോ ഷോട്ട് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തർ എന്നെ ഇങ്ങനെ പേടിച്ച് നോക്കും. എനിക്കതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾ ഞങ്ങളുടെ വ്ളോഗേഴ്സിൻ്റെ രോദനം മനസ്സിലാക്കണം എല്ലാവരും. ഇതിനെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ് സുഹൃത്തുക്കളെ, പ്രതിഷേധിക്കുകയാണ്. ഞങ്ങളുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ബിഷമൂർ കോളേജിലോട്ടാണ് വന്നത്. ഇവിടെ നമുക്ക് ഡ്രോണിൻ്റെ ഒരു എക്സാം ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു കാഴ്ചയാണ് ഇവർ. ഇടയ്ക്ക് ജോഷ് കയറി ഇവരിങ്ങനെയൊക്കെ കാണിക്കും, എന്താണോ എന്തോ. പിന്നെ എക്സാമിന് നമ്മളാരും ഇരുന്നു. പെട്ടെന്ന് തന്നെ എക്സാം കഴിഞ്ഞ് ഇറങ്ങി, കാരണം വളരെ അടിപൊളിയായിട്ടുള്ള എക്സാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നത് കൊണ്ടും ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. ഞാനല്ലേടാ ഫസ്റ്റില് ഞാനല്ലേടാ ഇവളെക്കാട് ഫസ്റ്റില് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയ. നീ കണ്ടേടാ, നീ കണ്ടേടാ. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വ്ളോഗിൻ്റെ പേരിൽ അടിയിടുകയാണ്. ബട്ട് അല്ല, അവൾ തുടങ്ങണമെന്ന കാര്യമാണ് പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി അവൾ തുടങ്ങിയില്ല, കാരണം എനിക്കറിയത്തില്ല. ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴുള്ള ക്യൂട്ട് എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കാശ് കൊടുക്കുന്നുള്ളി പെറുക്കുന്ന റാഫി ഏറ്റവും കൂടുതൽ പൈസ ഇട്ട ആള്, ഏറ്റവും കൂടുതൽ പൈസ. അവിടുന്ന് ഞങ്ങളുടെ വിശപ്പ് തീരാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇത് കാണുമ്പോൾ ഞങ്ങൾ എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാമെന്ന് നിങ്ങൾ കരുതും, ബട്ട് ഇതായിരുന്നു ആക്ച്വൽ സംഭവം. ഇവൻ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ സ്പോട്ടിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടെത്തിയത് ദേണ്ടേ ഏതോ ഒരു പാടത്തിൻ്റെ നടുക്ക്. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ച് കൊണ്ടുവന്ന സ്ഥലമാണിത്. ഞങ്ങൾ അവിടെ ആ കാട്ടിനകത്തിരുന്ന് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് എന്നിട്ട് ഞങ്ങളുടെ കൂടുതൽ ഏറ്റവും വട്ടുള്ള കുട്ടി ധാരം വെച്ചെടുത്ത റാഫിയാണ് വെച്ചെടുത്തേ. അപ്പോൾ അവിടെ ഞങ്ങൾ പെട്ടെന്ന് ബസ്സിലൊക്കെ കയറി. ഞാൻ തിരിച്ച് നമ്മുടെ സ്റ്റാൻഡിൽ വന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് സെറ്റായിട്ടിരുന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഒരു നാരങ്ങ വെള്ളത്തിനകത്ത് ഇച്ചിരി മുളക് പൊടി ഇട്ട് കുടിച്ചു. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.